السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فاللهم علمنا ما ينفعنا وانفعنا بما علمتنا വസിദ്ന ഇൽമ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ പുരുഷ വേഷം സ്വീകരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീ വേഷം അണിയുന്ന പുരുഷന്മാരെയും അവർക്ക് ശാപമാണുള്ളത്, കഠിനമായ കുറ്റമാണത് എന്ന് അറിയിക്കുന്ന ഹദീസാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനോടനുബന്ധമായി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുവാനുള്ളത്, സ്ത്രീ വേഷത്തിൽ അനുകരിക്കുക, ആ വിധത്തിൽ സ്ത്രീകളുടെ വേഷത്തെ അനുകരിക്കുന്ന പുരുഷന്മാർ എന്നുള്ളത് പറയുമ്പോൾ പല ആളുകളും സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു സംശയം, പുരുഷന്മാർക്ക് തലമുടി നീട്ടി വളർത്തുന്നതിൻ്റെ വിധി എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ മുടി പോലെ പിടിച്ച് റബ്ബർ ബാൻഡിട്ട് ബാക്കിലേക്ക് കെട്ടുകയും അതുപോലെ തന്നെ മെടഞ്ഞ് പല ഭാഗങ്ങളാക്കി ഇടുകയും ഒക്കെ ചെയ്യുന്ന രീതി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്? അതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായി ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് പണ്ഡിതന്മാർ നൽകിയ മറുപടികൾ, തത്വീലു ശഅരി ലൈസ മിനസ്സുന്ന, മുടി നീട്ടി വളർത്തുക എന്നുള്ളത് ഒരു പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമൊന്നുമല്ല. ഒരാൾക്ക് മുടി വളർത്താം, വളർത്താതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു നാടിൻ്റെ ആദത്തനുസരിച്ച്, അവിടെയുള്ള നടപ്പനുസരിച്ച് ഒരാൾക്ക് മുടി അയാൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വളർത്തി വലുതാക്കാം, പ്രശ്നമൊന്നുമുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുടിയെ സംബന്ധിച്ച് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് ചില ഘട്ടങ്ങളിൽ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ ഘട്ടങ്ങളിൽ വടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ആദിയായ ഒരു സാധാരണ സമ്പ്രദായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നന്നായി നീട്ടി വളർത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ മുടി നന്നായി നീട്ടി വളർത്തുക എന്നുള്ളത് ഒരു പ്രത്യേക സുന്നത്തൊന്നുമല്ല, ഒരു അനുവദിക്കപ്പെട്ട ഒരു നാടിൻ്റെ ഒരു ആചാരം എന്നുള്ള ഒരു രീതിയിലേ അത് കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ മുടി വളർത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുമുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ അതിനെ ആദരിച്ചു കൊള്ളട്ടെ. ആദരിക്കുക, മുടിയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ജടക്കുത്തി പാറിപ്പറന്ന് നടക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ട് നടക്കാൻ പാടില്ല. മുടി വളർത്തുന്നുവെങ്കിൽ അത് മാന്യമായ നിലക്കതിനെ പരിപാലിക്കണം. ഒരിക്കൽ ഒരു സഹാബി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ ഒരാളെ കണ്ടു, സായിറ റഅ്സി, അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ എണ്ണയിട്ട് ഒതുക്കിയിട്ടൊന്നുമില്ല, പാറിപ്പറന്ന് ജട പിടിച്ച് ചപ്പട മുടിയാണ് കാണുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ലേ? ഹല്ലാ യജിദു ശൈഅൻ യുസക്കിനുഹു, ആ മുടിയൊന്ന്
ഒതുക്കുവാൻ പറ്റിയ ഒന്നും കിട്ടിയില്ലേ, എണ്ണയോ ഒന്നും ഒന്നിട്ട് ചീകി ഒന്ന് വൃത്തിയാക്കിക്കൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂല് സ്വയം ചീകിയിരുന്നു, അവിടുത്തെ ഭാര്യമാര് മുടി ചീകിക്കൊടുക്കുകയും ചെയ്തിരുന്നു. മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണത്, കുൻതു ഉറജ്ജിലു റഅ്സ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഹായിദുൻ, ഞാൻ ഋതുമതിയായിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലമുടി ഞാൻ ചീകിക്കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. നബിതങ്ങൾ സ്വയം ചീകിയിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലായിരിക്കെ പള്ളിയിൽ നിന്ന് തല പുറത്തേക്കിട്ട് കൊടുക്കും. അപ്പോൾ വീടും പള്ളിയൊക്കെ അടുത്ത് തന്നെയാണല്ലോ, ഞാൻ തലമുടി ചീകിക്കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മുടെ ഉമ്മമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരാൾക്ക് മുടി വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലമുടിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം, വകാന ശഅറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യസിലു ഇലാ ശഹ്മതി ഉദ്നൈഹി, 2 ചെവിത്തൊട്ടി വരെ നീണ്ടു കിടക്കുന്ന മുടിയുണ്ടായിരുന്നു. വഇലാമ ബൈന ഉദ്നൈഹി വ ആതിഖിഹി, 2 ചെവിയുടെയും ചുമലിൻ്റെയും ഇടക്ക് തൂങ്ങി നിൽക്കുന്ന, വകാന യദ്രിബു മൻകിബൈഹി, ചുമലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന, ചുമൽ തോള് മുട്ടിക്കിടക്കുന്ന നീണ്ട മുടിയുണ്ടായിരുന്നു എന്നാണ്. ചിലപ്പോഴൊക്കെ അത് സൗകര്യാർത്ഥം നബി വ്യത്യസ്ത രൂപത്തിൽ അത് മെടഞ്ഞ് മാറ്റിവെച്ചിരുന്നു എന്നും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദ്രിബു ശഅറുഹു മൻകിബൈഹി, ചുമലോളം നീളുന്ന മുടിയുണ്ടായിരുന്നു, ചുമലിൽ വന്ന് മുട്ടുന്ന മുടിയുണ്ടായിരുന്നു, 2 ചുമലുകളിലും മുട്ടി നിൽക്കുന്ന മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉദ്നൈഹി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈന ഉദ്നൈഹി വ ആതിഖിഹി, ഇതും ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ചുമലിൻ്റെയും അതുപോലെ തന്നെ ചെവിയുടെയും ഇടക്ക് തൂങ്ങി നിൽക്കുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. മുടിവെട്ടാൻ വൈകിയാൽ മാക്സിമം എവിടെ എത്തും? ചുമല് വരെ എത്തും. മുടിവെട്ടാൻ വൈകിയാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കയറും, അല്ലെങ്കിൽ എന്തുവരെ ചെവിത്തൊട്ടി വരെ നീളമുള്ള ആ നിലക്കുള്ള മുടിയായിരുന്നു. ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അവസരത്തിൽ അവിടുന്ന് അതെന്ത് ചെയ്യും? മുണ്ഡനം ചെയ്യും. ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലമുടിയുടെ രീതി. എന്നാൽ അവിടുന്ന് എണ്ണയിട്ട് അതിനെ നന്നായി ചീകി വെക്കുകയും സുഗന്ധം പുരട്ടുകയും വൃത്തിയുള്ള രൂപത്തിൽ അതിനെ കൊണ്ടു നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞതും, മൻകാന ലഹു ശഅറുൻ, ആർക്കെങ്കിലും തലയിൽ മുടിയുണ്ടോ, ഫൽയുക്രിംഹു, അവൻ അതിനെ എന്ത് ചെയ്യട്ടെ? ആദരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ പരിപാലിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീകാതെയും പാറിപ്പറന്നുകൊണ്ടും ജടക്കുത്തിയ നിലയിലുമൊക്കെയായിട്ട് ആ രൂപത്തിൽ അത് വളർത്തുവാനോ വികൃത വേഷം സ്വീകരിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ മുഹമ്മദ് സാലിഹ് ബിൻ അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹത്തോട് വിഷയകമായി ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത്വാലത്തു ഷഅറുർ റഅസി ലാ ബഅസ ബിഹി, തലമുടി ഒരാൾ നീട്ടി വളർത്തുന്നുവെങ്കിൽ അത് വിരോധമുള്ള കാര്യമല്ല. ഫഖദ് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു ശഅറുൻ, അള്ളാഹുവിൻ്റെ റസൂലിന് നല്ല നീണ്ട മുടിയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുമലോളം മുട്ടി നിൽക്കുന്ന മുടിയൊക്കെ ചില ഘട്ടങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഓരോ നാടിൻ്റെയും ആദത്തും ഉറഫും ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നാടിൻ്റെ പതിവ് രീതി എന്താണ്, അവിടുത്തെ നാട്ടുനടപ്പ് എന്താണ്, അതാണ് ഉറുഫ് എന്ന് പറയുന്നത്. ഫൈദാ ജറൽ ഉറുഫു വസ്തഖറത്തിൽ ആദത്തു ബിഅന്നഹു, എങ്ങനെ ഒരു നാടിൻ്റെ രീതിയും ഒരു നാട്ടിലുള്ള ആളുകളൊക്കെ പൊതുവെ മാന്യന്മാരായ ആളുകൾ, അതാ പറയുന്നത്, മാന്യന്മാരായ ആളുകളൊക്കെ ഒരു നാട്ടിൽ സ്വീകരിക്കുന്ന ഒരു നാട്ടു നടപ്പുണ്ടാകും, ഉറുഫുണ്ടാകും, ഒരു രീതി ഉണ്ടാകും. ആ രീതി ഒരു നാട്ടിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണെങ്കിൽ ആ രീതി സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതേ അവസരത്തിൽ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി ഇങ്ങനെയൊക്കെ കെട്ടി മെടഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു നാട്ടിലുള്ള ആളുകളുടെ ഒരു രീതിയല്ല. അവിടെയുള്ള മാന്യന്മാരാരും അത് ചെയ്യൂല. അത് അവിടുത്തെ ഫ്രീക്കൻ സ്റ്റൈലോ അല്ലെങ്കിൽ തെമ്മാടികളുടെ ആളുകളുടെയൊക്കെ ഒരു സ്റ്റൈലോ, ഇങ്ങനെ ആളുകളുമായി പെണ്ണുങ്ങളുമായി ശൃംഗരിക്കാനും അതുപോലെ തന്നെ ഫുസാഖുകളായ ആ നിലക്കുള്ളവരാളുകളുടെ ഒരു സ്റ്റൈൽ മാത്രമായിട്ടാണ് ഒരു നാട്ടിൽ ആ രീതി സ്വീകരിക്കുന്നതെങ്കിൽ
അത് ഉപയോഗപ്പെടുത്തരുത്, അത് ചെയ്യരുത് എന്നാണ്. അതേ അവസരത്തിൽ ഫൈദാ ജറാബിഹൽ ഉർഫു വസാറത്തിൽ ഇന്നാസി കുല്ലുഹും ഷരീഫുഹും വവദിഉഹും, ഒരു സമൂഹത്തിലെ മാന്യന്മാരും ഉത്തമന്മാരും അല്ലാത്തവരും ഒക്കെ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിൻ്റെ രീതിയാണതെങ്കിൽ ഫലാ ബഅ്സ ബിഹി, അതുകൊണ്ടൊരു വിരോധവുമില്ല. അമ്മാ ഇദാ കാനത്ത് ലാ തുസ്തഅമലു ഇല്ലാ ഇൻദ അഹ്ലില്ലാഹ്, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള തെമ്മാടികളായ ആളുകളുടെയും ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളുടെയും ഒക്കെ ഒരു സ്റ്റൈലാണതെങ്കിൽ അത്തരം നാടുകളിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അസലിൽ അതെന്താണ്? അനുവദനീയാണ്. പിന്നെ അതൊരാൾക്ക് അപ്പോൾ നമുക്ക് തന്നെ ഒരാളിങ്ങനെ ആ കോലത്തിന് നടക്കുകയാണുമ്പോൾ നമ്മൾ തന്നെ അങ്ങനെ നോക്കും. എല്ലാ ആളുകൾക്കും ഇടയിൽ അതൊരു പ്രത്യേകമായിട്ട് ഒരു അംഗീകൃതമായ ഒരു കാര്യമാണ്, അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ചില വീടുകളിലൊക്കെ ചില കുട്ടികൾ ഭയങ്കരമായിട്ടാണ് വളർത്തിയിട്ട് പറയും, അള്ളാഹിൻ്റെ റസൂലിന് മുഡ് വരെ നീളുന്ന മുടി ഉണ്ടായിരുന്നല്ലോ, എന്താപ്പം നിങ്ങൾക്ക് ഇത്ര തകരാറ്? അവിടെ ആ ഉറുഫ് കടന്നു വരുന്നത് അത് ഇസ്ലാമികമായ ഉസൂലുൽ ഫിഖ്ഹിൽ പല കാര്യങ്ങളും പരിഗണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഉറുഫ്, മസാലിഹുൽ മുർസല പോലെയുള്ള ആദത്ത് അഥവാ നാട്ടുനടപ്പ്, നാട്ടു സമ്പ്രദായം, നാട്ടിലെ പൊതുജനങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു രീതി, നാട്ടിലെ ഒരു മാന്യമായ ആ രൂപത്തിലുള്ള സമീപനങ്ങൾ, എല്ലാവരും കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി, ഇതിനൊക്കെ ഇസ്ലാമികമായിട്ടും അതിൻ്റേതായ നിയമങ്ങൾ അതിനോട് ചേർത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു രീതി, ഒരാളിപ്പോൾ മുടി നല്ലോണം വീട്ടി വളർത്തി, സ്ത്രീകൾക്കുണ്ട് അത്രയും മുടി, അപ്പോൾ അത് പെണ്ണുങ്ങളോട് സാദൃശ്യമാകുന്ന ലയനത്തിൽ പെടുമോ? അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് പെടൂല. അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്ന ഒരു പുരുഷന്മാർ അങ്ങനെ വ്യാപകമായി നാട്ടു നടപ്പിൽ ആർക്കും അതൊരു പ്രശ്നമല്ല, അതൊരു മോശമായിട്ട് കാണുന്നില്ല. അങ്ങനെ എത്രയോ നാടുകളുണ്ട്, പ്രദേശങ്ങളുണ്ട്. ആ വിധത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് തകരാറൊന്നും ഇല്ല. അതേ അവസരത്തിൽ മോശപ്പെട്ട ഉദ്ദേശത്തിനാണ് ഒരാൾ ചെയ്യുന്നതെങ്കിലോ, മോശപ്പെട്ട ഉദ്ദേശാർത്ഥത ചെയ്യുന്നവരുണ്ടാകും. അവൻ പിന്നെ റോൾ മോഡലായി കാണുന്ന ഒരു സ്റ്റാർ ഉണ്ടാകും, ഫിലിം സ്റ്റാർ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അവൻ കാണുന്ന ഏതോ ഒരു മോശപ്പെട്ട ഒരാളുണ്ടാകും. ആ ആളെ അനുകരിക്കുക എന്നുള്ള നിലക്ക്, അതേപോലെ തന്നെ അവന് അതുകൊണ്ട് വേറെ ചില ദുരുദ്ദേശങ്ങളുണ്ട്, ആ നിലക്ക് ഒക്കെ ഉദ്ദേശത്തിനനുസരിച്ച് നിയമങ്ങൾ മാറുന്നു നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഒരാൾ തലമുടി നീട്ടി വളർത്തുന്നതിന് അവന് അതിൻ്റെ ഉദ്ദേശം വേറെ ചില ഉദ്ദേശങ്ങളാണ്, ആ രൂപത്തിലുള്ള വൃത്തികെട്ട ഏതെങ്കിലും ഉദ്ദേശങ്ങളാണ് അവനുള്ളതെങ്കിലോ അവനത് പാടില്ലാത്തതാകും. അപ്പം ആ വിധത്തിലൊക്കെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പല പ്രവർത്തനങ്ങളുടെയും അനുവദനീയത ഒരു പക്ഷേ നിഷിദ്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ കറാഹത്തിലേക്ക്, ഇനി അനുവദിക്കപ്പെട്ട കാര്യം എന്നുള്ള നിലക്കും അത് ചെയ്യാവുന്ന ഇടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, തലമുടി പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആര് വളർത്തുകയാണെങ്കിലും അത് എണ്ണയിട്ട് ചീകി ഒതുക്കി മാന്യമായ നിലക്ക് അതിനെ വളർത്തണം. സായിട്ട് ചപ്രത്തലയനായി ഇതൊരു ഇപ്പോഴത്തെ സ്റ്റൈലാന്ന് പറഞ്ഞിട്ട് ഒന്നാകെ അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുകൂട്ടുന്നൊക്കെ സ്റ്റൈലുകളിൽ ആൾക്കാർ കാണാൻ സാധിക്കും. അതൊന്നും ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട കാര്യമല്ല. അത് മാന്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഇസ്ലാം അതിനങ്ങനെ മുടി നീട്ടി വളർത്തിച്ചൊരു പ്രശ്നമൊന്നുമില്ല. അത് പ്രത്യേകം പറയേണ്ടി വരുന്നത് എന്താ വെച്ചാൽ, പണ്ടൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു മുടി വടിക്കരുതേന്ന് പറയാൻ വേണ്ടി കുട്ടികൾ കരഞ്ഞിരുന്നൊരു കാലുണ്ട്. നമുക്കൊക്കെ അതറിയാലോ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അവരുടെ ചെറുപ്പകാലത്തിൽ മുടി മൊട്ട അടിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നമായിരിക്കും. ഒരു മാസം കൂടുമ്പോൾ മുട്ട അടിക്കും. എന്നിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ മാനസികമായിട്ട് വിഷമം സഹിക്കുകയാണ്. കുട്ടികളൊക്കെ അതിമ ചണ്ടോട്ടും ബോർഡ് മായിച്ചിട്ട് ആ ഡസ്റ്ററിലുള്ള പൊടി കൊടുന്നിട്ട് നമ്മളെ തലയിൽ കൊടുന്ന് ചാർത്തും. ഇങ്ങനെയൊക്കെ വിഷമമാവുമ്പോൾ ഇത് ഒന്ന് വടിക്കാതെ ഞാനൊന്ന് വെട്ടിക്കോട്ടെ എന്ന് കുടുംബത്തോട് കെഞ്ചി കരയേണ്ട അവസ്ഥയൊക്കെ കാലത്തുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? മുടി വളർത്താൻ പാടില്ല, അങ്ങനെ മുടി വളർത്തിയാൽ അത് തെറ്റാണ്, അതെന്തോ ഒരു വലിയ ഹറാമായ കാര്യം ചെയ്യുകയാണ്, അതുകൊണ്ട് മുടിയൊക്കെ എപ്പോഴും മൊട്ട അടിക്കണം, അതാ മുത്തക്കിയുള്ള ലക്ഷണം എന്നുള്ള ഒരു രീതി നമ്മുടെ പഴമക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. വാസ്തവം നേരെ മറിച്ചാണ്. ഖവാരിജുകളാണ് അതൊരു സ്റ്റൈലായി കൊണ്ട് നടന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാരിജുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ ഖവാരിജുകളുടെ അടയാളം പറഞ്ഞത് സീമാഹുമു തഹ്ലീഖ് എന്നായിരുന്നു. അവരുടെ അടയാളം തന്നെ എന്താണ്? മുടി മൊട്ടയടിക്കലാണ്. അത് അവരുടെ ഒരു സ്റ്റൈലായിട്ട് അവർ സ്വീകരിച്ചിരുന്നൊരു സമ്പ്രദായമാണ്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മൊട്ടയടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് എപ്പോൾ മാത്രമേ ഉള്ളൂ? ഒന്ന്, നവജാത ശിശുവിൻ്റെ മുടി നീക്കാൻ വേണ്ടി പറഞ്ഞു, അത് സുന്നത്തായി കൽപ്പിച്ചു. അതേ അവസരത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടി വടിച്ച് കളയൽ അവർക്ക് പുണ്യകർമ്മമായി നിശ്ചയിച്ചത് എപ്പോൾ മാത്രമാണ്? അവർ ഹജ്ജിൻ്റെ അതുപോലെ തന്നെ ഉംറയുടെയൊക്കെ ഘട്ടങ്ങളിൽ അവർ തഹല്ലുലാകുന്ന അവസരങ്ങളിലാണ്. അല്ലാത്ത അവസരങ്ങളിൽ ഒരാൾക്ക് മുടി എപ്പോഴും നീട്ടി വളർത്താം, ചുരുക്കി വളർത്താം. പക്ഷെ വളർത്തുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത ഒരു ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലിബ്സത്തൽ മർഅ വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി. കഴിഞ്ഞ ഹദീസിനോട് ഉപോത്ബലകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന രണ്ടാമത്തെ ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് ശപിച്ചിരിക്കുന്നു അർ-റജുല, ഒരു പുരുഷനെ. അവൻ എന്തു ചെയ്യുന്നു? യൽബസു, അവൻ ധരിക്കുന്നു, ലിബ്സത്തൽ മർഅതി, ഒരു സ്ത്രീയുടെ വേഷം അവൻ ധരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വായിക്കാത്തതുകൊണ്ടാണ് ആ ഹദീസ് രണ്ടാമതായിട്ട് വായിക്കുന്നത്. അന്ന് നമ്മൾ വിഷയം പറഞ്ഞിട്ടുണ്ട്. വൽ മർഅത, സ്ത്രീയെയും ശപിച്ചിരിക്കുന്നു. തൽബസു, അവൾ ധരിക്കുന്നു, ലിബ്സത്തർ റജുലി, പുരുഷ വേഷം. ലിബ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബ്സത്ത് എന്ന് പറഞ്ഞാൽ ആ വേഷവിധാനത്തിൻ്റെ രൂപമാണ്. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് ഈ ലിബ്സത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? യഅനി അൽ ഹൈഅ വൽ കൈഫിയ വ തരീഖത്തുൽ ലബ്സി, അതായത് പെണ്ണുങ്ങൾ വേഷം ധരിക്കുന്ന രൂപം, അതിനൊരു പ്രത്യേക രൂപമുണ്ട്, അതിനൊരു പ്രത്യേകമായ കോലമുണ്ട്, അതുപോലെ തന്നെ അതിനൊരു രീതിയുണ്ട്. അതേപോലെ തന്നെയുള്ള വേഷവിധാനങ്ങൾ പുരുഷൻ ധരിക്കുക, അതേപോലെ തന്നെ പുരുഷവേഷം സ്ത്രീയും ധരിക്കുക. ഈ വിധത്തിലൊക്കെയുള്ളത് ലഅനത്തിന് ഹേതുവാകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അവിടെയും ആധുനിക പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ചില നാടുകളിൽ നിന്ന് വന്നു. അത് പ്രസക്തമായൊരു ചോദ്യമാണ്. അതെന്താണ് ചോദ്യം? അല്ലിബാസു യഖ്തലിഫു ബിഖ്തിലാഫി ആദത്തി കുല്ലി ബലദിൻ, ചില നാടുകളുടെ ആദത്തനുസരിച്ച് അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സ്റ്റൈലിൽ ഒരേ വേഷം തന്നെയാണ്. ഇപ്പോൾ ചുരിദാറിന് പെണ്ണുങ്ങൾക്കും ഒരു ടോപ്പും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ആണ് ധരിക്കുമ്പോഴും പെണ്ണ് ധരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതെന്തു ചെയ്യും? അവിടെ ആണിനും പെണ്ണിനൊക്കെ വേഷങ്ങൾ ഒന്ന് തന്നെയാണ്. അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്? ലാക്കിൻ യംതാസുൻ നിസാബിൽ ഇസ്തിതാരി വൽ ഇഹ്തിജാബി, അതാ അവിടുത്തെ ലക്ഷ്യം. ഇസ്തിത്താറും എഹ്തിജാബും അവർ പാലിക്കണം. പുരുഷന്മാരും ആ രൂപത്തിൽ അവരും സൽവാറും കമ്മീസും തന്നെ ധരിക്കുന്നത്, സ്ത്രീകളും അതന്നെ ധരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ നാട്ടിൽ ആണിനും പെണ്ണിനും വെച്ചൊരു പ്രത്യേക വേഷമല്ല. അവിടെ ഒരു സ്ത്രീ എന്ത് ചെയ്യണം? അവളുടെ ശരീരം മറയുന്ന വിധത്തിൽ ആ വസ്ത്രം എങ്ങനെ ധരിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള നിയമം. അങ്ങനെ വ്യത്യാസമില്ലാത്ത നാടുകളിൽ അവർ പാലിക്കേണ്ടത് ഈ നിയമങ്ങളാണ്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചുരുങ്ങിയ നിലക്കുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ വശം. ഇനി അടുത്ത ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹൻ നാസ് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജ്ദിന റീഹഹാ വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ധാരാളം പ്രഭാഷണങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസാണിത്. എന്താണ് ഇവിടെ പറയുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, സിൻഫാനി, രണ്ട് വിഭാഗം ആളുകൾ. സിൻഫ് എന്ന് പറഞ്ഞാൽ ടീം, സിൻഫ് അസ്നാഫ് എന്നാണ് അതിൻ്റെ ബഹുവചനം. സിൻഫുൻ അസ്നാഫുൻ, വിഭാഗങ്ങൾ. സിൻഫാനി, രണ്ട് വിഭാഗം ആളുകൾ. സിൻഫാനി, രണ്ട് വിഭാഗം ആളുകൾ. ലം അറഹുമാ മിൻ അഹ്ലിന്നാരി, അതെങ്ങനെയുള്ള രണ്ട് വിഭാഗമാണ്? നരകാവകാശികളായ രണ്ട് വിഭാഗം ആളുകൾ. അവർ നരകക്കാരാണ്. നരകക്കാരായ രണ്ട് വിഭാഗം ആളുകൾ.
ലം അറഹുമാ, ആ രണ്ട് വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. ആ രണ്ട് വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു ടീമില്ല. ഇനി വരാൻ പോണതാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രവചനമാണത്. ഭാവിയിൽ വരാൻ പോകുന്ന രണ്ട് നരകാവകാശികളായ രണ്ട് ടീമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ലം അറഹുമാ, അവ രണ്ടിനെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അത് വ്യാപകമായിട്ട് അവിടുന്ന് കാണുകയോ ആ നിലക്ക് അങ്ങനെ അവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശം എന്ന് ഈ ഹദീസ് ശറഹ് ചെയ്ത വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഇനി അതിൽ ഒന്നാമത്തെ ടീമിനെ പറയാണ് ഖൗമുൻ, ഒരു വിഭാഗം, ഒരു ജനത, മഅഹും, അവരുടെ കൂടെയുണ്ടാകും, അവരുടെ കൈകളിലുണ്ടാകും, സിയാത്തുൻ, സിയാത്ത് എന്ന് പറഞ്ഞാൽ സൗത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. സൗത്ത്, അസ്വാത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ ചമ്മട്ടി എന്നാണ്. തോല് കൊണ്ട് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന ഒരു പ്രത്യേകമായ വടിയാണത്. അതിൻ്റെ ഭാഗത്ത്, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പ്രത്യേകമായ നിലയ്ക്ക് കണ്ടോ, അദ്നാബിൽ ബഖരി എന്ന് നബിതങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പശുവിൻ്റെ വാല് പോലെ. അപ്പം നല്ല നീളമുണ്ട്, പരിക്കനാണ്, നല്ല വേദന ഉണ്ടാവാൻ വേണ്ടി ചില പൊടിപ്പും തൊങ്ങലുകളൊക്കെ അതിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. ആ നിലക്കുള്ള പശുവിൻ്റെ വാല് പോലെ നീണ്ട അതിൻ്റെ അറ്റത്ത് അടിയാണ് കിട്ടിക്കഴിഞ്ഞാൽ പൊളയുന്ന നിലക്ക് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ പൊളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലപ്പത്ത് ചില പൊടിപ്പും തൊങ്ങലുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ആ നിലക്കുള്ള ചില ചമ്മട്ടികൾ, ചാട്ടവാറുകളുമായി നടക്കുന്ന ചില ആളുകൾ വരാനിരിക്കുന്നു. അർത്ഥം ശ്രദ്ധിക്കുക. ഖൗമുൻ മഅഹും, അവരുടെ കൂടെയുണ്ട്, സിയാത്തുൻ, ചമ്മട്ടികളുണ്ട്. ചമ്മട്ടീന അതിന് പറയാം മലയാളത്തിൽ, ഇങ്ങനെ അടിക്കുന്ന സാധനത്തിന്. അദ്നാബിൽ ബഖരി എന്നും പറഞ്ഞു. അപ്പോൾ പശുവിൻ്റെ വാല് നല്ല നീളവും ഉണ്ടാവും, അതുപോലെ തന്നെ അത് പരിക്കനുമാണ്, അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ രോമങ്ങളും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള അടി കിട്ടുമ്പോൾ അതിന് വേദനയും അതുപോലെ തന്നെ പ്രയാസമൊക്കെ കൂടും. അങ്ങനെ ആ നിലക്കുള്ള ചാട്ടവാറുകൾ കൊണ്ട് യദ്രിബൂന ബിഹന്നാസ്, യദ്രിബൂന, അവർ അടിക്കുന്നവരായിരിക്കും. ലറബ യദ്രിബു, യദ്രിബൂന ബിഹ, അങ്ങനെ ആ ചാട്ടവാറുകൾ കൊണ്ട് അവർ അടിക്കും അന്നാസ, ജനങ്ങളെ. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഒരു കാലഘട്ടത്തിൽ വരും. അന്ന് ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരമാവട്ടെ അല്ലാതെയാവട്ടെ ചില പോലീസുകാർ, മറ്റ് ബന്ധപ്പെട്ടവർ, ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും മനുഷ്യന്മാരെ ആവശ്യമില്ലാതെ അടിക്കുന്ന, അന്യായമായി ജനങ്ങളെ ദ്രോഹിക്കുന്ന, അവരെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന, ആ നിലക്ക് മനുഷ്യരെ വേദനിപ്പിക്കുന്ന ഒരു ടീം ഒരു കാലത്ത് വരും എന്നാണ്. അതൊക്കെ ലോകത്ത് വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകാവകാശികളാണ് അവർ. കാരണം എന്താണ്? അവർ അന്യായമായിട്ട് ആളുകളെ തല്ലാണ്. പിന്നെ അവർക്ക് അധികാരത്തിൻ്റെ പവറുള്ളതുകൊണ്ട് ആരും തിരിച്ചു തല്ലൊന്നുമില്ല. അപ്പോൾ അവരുടെ കയ്യിൽ നല്ല വടി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു നിലക്കും കുറ്റക്കാരനല്ലാത്തവനെ അടിച്ച് നരം പരിശാക്കും. എങ്ങനെയൊക്കെ അടിക്കാനും ദ്രോഹിക്കാനും പറ്റുമോ ഒക്കെ ചാൻസ് മുതലാക്കും. അത് പോലീസുകാരുടെ കയ്യിലുള്ള ലാത്തിയോ മറ്റ് അതിൻ്റെ പരിണാമം ഏത് വിധത്തിലാണെങ്കിലും അതൊക്കെ എങ്ങനെയാണോ, അതൊക്കെ ഹക്കിൻ്റെ മാർഗത്തിൽ ഇസ്ലാം അടിക്കാൻ അനുവദിച്ചതൊക്കെ ഉണ്ട്. ഇപ്പോൾ മദ്യപാനിയായ ആൾക്ക് 40 അടി ഇസ്ലാമിക ശരീഅത്തിൽ അതിൻ്റെ ഹദ്ദാണ്. അതേപോലെ തന്നെ വ്യഭിചരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 ജൽദ, 100 അടി നിങ്ങൾ അവരെ അടിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഹദ്ദാണ്. അതാണ് ഹക്കായ നിലക്കുള്ള അടിക്കലൊക്കെ. ഇതൊരു ന്യായമല്ലാതെ വെറുതെ ഒരാളെ പിടിക്കുമ്പോഴേക്ക് കുറ്റവാളിയൊന്നുമല്ല, അപ്പോഴൊക്കെ അടിച്ചു, അപ്പോഴൊക്കെ അവനെ തൊഴിച്ചു, അപ്പോഴൊക്കെ അവനെ തെറി പറഞ്ഞു. ഈ വിധത്തിൽ ഇങ്ങനെ ജനദ്രോഹപരമായി ഇടപെടുന്ന കുറേ അധികാരി വർഗം സമൂഹത്തിൽ വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരെക്കുറിച്ച് പറഞ്ഞതെന്താണ്? അവർ ആരാണ്? മിൻ അഹ്ലിന്നാർ, അവർ നരകാവകാശികൾ. ഇസ്ലാം മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യനെ തല്ലാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ഹദീസ് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ധാരാളം ആ വിഷയത്തിൽ കേട്ടവരാണ്. അടിമയെ ദ്രോഹിച്ച, അടിമയെ പരിധി വിട്ട് അടിച്ച, അടിമയെ ദ്രോഹിച്ച, അടിമയുടെ അവകാശങ്ങൾ നിഷേധിച്ച ആളുകളോടൊക്കെ എത്ര ഗൗരവത്തോടെയാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്.
മനുഷ്യാവകാശത്തിന് വേണ്ടി ലോകത്ത് ആളുകൾ ഇന്ന് മുറവിളി കൂട്ടുമ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്യായമായിട്ടൊരാളെ അടിക്കുന്നത് പോയിട്ട് ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരാളുടെ നേരെ ആയുധം ചൂണ്ടുന്നത് പോലും വലിയ അപരാധമാണ് എന്നാണ് പറഞ്ഞത്. തമാശക്ക് പോലും ഒരാളുടെ നേരെ സിലാഹ് ചൂണ്ടാൻ പാടില്ല എന്നാണ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നിട്ടല്ലേ അടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടി വടി ഓങ്ങാൻ വരെ പാടില്ല എന്ന് പറയുമ്പോൾ, ആയുധം ഒരാളുടെ നേരെ ചൂണ്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം മനുഷ്യനെ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ആർക്കും ഒരാളെ തല്ലാൻ എന്താ ഇവിടെ അധികാരമുള്ളത്? ഇസ്ലാമിൻ്റെ തത്വം തന്നെ എന്താണ്? മാനവ സമൂഹത്തെ മുഴുവൻ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രഖ്യാപിച്ചില്ലേ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബാ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞാൻ നിങ്ങളെയൊക്കെ പടച്ചത് ഒരാണെന്നും ഒരു പെണ്ണെന്നും തന്നെയാണ്. നിങ്ങളൊക്കെ ജനിച്ചു വീഴുമ്പോൾ നിങ്ങളൊക്കെ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മോനായിട്ട് തന്നെ നിങ്ങൾ ജനിച്ചു വീണത്. പിന്നെ വജഅൽനാകും ശുഊബാ വഖബായില, വലിയ ട്രൈബ്സും ഗോത്രങ്ങളും കബീലകളും കുടുംബങ്ങളും തറവാടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി. അതൊക്കെ ശരി തന്നെ. അതൊന്നും അതിൻ്റെ പേരിൽ ഞാൻ വലിയ മുന്തിയ തറവാട്ടുകാരനാണ്, എനിക്ക് എൻ്റെ തറവാട്ടിൽക്കൊന്നും ഇജ്ജ് വരാൻ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ തറവാട് വളരെ മോശമാണ് എന്ന് നിങ്ങൾ തറവാടിത്തത്തിൻ്റെ പേരിൽ പരസ്പരം പറഞ്ഞു പൊങ്ങച്ചെന്നടിക്കാനൊന്നും അല്ല. അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു തആല അങ്ങനെ നിങ്ങളെ കബീലകളും കുടുംബങ്ങളൊക്കെ ആക്കിയതെന്തിനാ? ലിതഅറഫു, നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ എത്ര ആളുണ്ട് മുഹമ്മദ് എന്ന് പേരുള്ളവർ? നമ്മളെങ്ങനെ തിരിച്ചറിയുക? നമ്മളെ ഇനീഷ്യൽ, നമ്മളെ കുടുംബ പേര് അയിമലുള്ള ആകെ തിരിച്ചറിയുക. നമ്മളേതായ ഓരോരുത്തർക്കും ഉണ്ടാകും ഓരോ കബീല, ഫാമിലി നെയിം ഉണ്ടാകും, അയിമലായി തിരിച്ചറിയുക. ഒരേ പേരിലാണ്, കബീലൊന്നും പാടില്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയുക? അത് ഏത് നാട്ടിലും ഉണ്ടാകും. ആ നാട്ടിലൊരു ഫാമിലി നെയിം ഉണ്ടാവും, ഇസ്മുൽ ആയില, ഒരു കുടുംബ നെയിം ഉണ്ടാവും. അതൊക്കെ അതിനു വേണ്ടി മാത്രമാണ്, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അതൊക്കെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതല്ലാതെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഫഖ്ർ നടിക്കാനൊന്നുമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. പിന്നെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ നിങ്ങളിൽ മാന്യൻ ഏത് തറവാട്ട് പറഞ്ഞവനാണ്, ഏത് രാജ്യക്കാരനാണ്, എന്താ അവൻ്റെ കളറ്, എന്താ അവൻ്റെ പ്രത്യേകത എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിയാരാണോ അവനാ റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ ദറജയുള്ളത്. അത്രയേ ഉള്ളൂ. അതാ മനുഷ്യൻ. ആ മനുഷ്യനാണ് അല്ലാഹു തആല വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെ കൊടുത്തിട്ടുള്ളത്. മറിച്ച് വർണ്ണത്തിൻ്റെ, നിറത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ, അതിൻ്റെ കളറിൻ്റെ പേരിൽ, കഴിക്കുന്ന ഫുഡിൻ്റെ പേരിൽ ഒക്കെ ഇന്ന് രാജ്യത്ത് കൊലവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഭക്ഷണം കഴിച്ചാൽ കൊല്ലുക, ഇന്ന വസ്ത്രം ധരിച്ചാൽ കൊല്ലുക, ഇന്ന വേഷം സ്വീകരിച്ചാൽ അവന് വെറുപ്പോടുകൂടി നോക്കുക. ഇങ്ങനെ ഓരോരുത്തരെ നിറം നോക്കിയിട്ട്, കറുപ്പനാണെങ്കിൽ കറുത്ത നിറത്തിലുള്ളവനാണെങ്കിൽ അവനെ ബൂട്ടിട്ട് ചവിട്ടിയ വെള്ളക്കാരനെ നമ്മൾ കണ്ടു, ചരിത്രത്തിൽ ഇന്നും കണ്ടു. അങ്ങനെയൊക്കെ വർണ്ണ, ഭാഷ, ദേശ, വേഷഭൂഷാദികളുടെ പേരിലൊക്കെ മനുഷ്യനെ തരംതിരിച്ചുകൊണ്ട് അവൻ്റെ അഭിമാനം വലുതാണെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഏതുപോലെ വലുതാണെന്നാണ് പറഞ്ഞത്? വിശുദ്ധ കഅബാലയം പോലെ എന്നാ പറഞ്ഞത്, മക്ക രാജ്യം പോലെ എന്നാ പറഞ്ഞത്, പവിത്രമേറിയ മാസം പോലെ എന്നാണ് പറഞ്ഞത്. മനുഷ്യരുടെ രക്തവും അവൻ്റെ അഭിമാനവും അവൻ്റെ ധനവും ഏറ്റവും പവിത്രമാണ്, അതാരും ഹനിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. അപ്പോൾ ലോകത്ത് മനുഷ്യാവകാശത്തെ പ്രഖ്യാപിച്ചത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇപ്പോൾ ഇസ്ലാമിൽ മാനവികത, മനുഷ്യാവകാശം അതൊന്നും വേറെ ആരും പുറത്തുനിന്ന് പഠിപ്പിച്ചു തരേണ്ടതില്ല. അതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തെ, അതിൻ്റെ എ മുതൽ സെഡ് വരെ വിശുദ്ധ ഖുർആനിൻ്റെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളുടെയും അവിടുത്തെ നേർ ജീവിതത്തിൻ്റെയുമൊക്കെ കൃത്യമായ പ്രമാണങ്ങളിലൂടെ നമുക്കതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. അതിനെ ഹനിക്കുന്നവൻ നരകക്കാരനാണെന്നാണ് പറയുന്നത്. ഓൻ അധികാരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് കാണുന്നോലൊക്കെ തല്ലുക, അങ്ങനെ കയ്യിൽ ചമ്മട്ടിണ്ട്, ഓനൊരു അധികാരത്തിൻ്റെ ഒരു അനക്കത് ഉപയോഗിച്ചോന്നും പറഞ്ഞ് അധികാരികൾ കൊടുക്കട്ടെ, അല്ലാത്തവനാവട്ടെ, ഇപ്പം ഇങ്ങനെ കാണുന്നോലൊക്കെ അങ്ങനെ തല്ലുക. തല്ലാൻ അവൻ ആരാ? നിൻ്റെ അടിമയാ. അടിമയെപ്പോലും തല്ലരുത് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നോക്കൂ, ഒരു നരകക്കാരാന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സിൻഫാനി മിൻ അഹ്ലിന്നാർ എന്ന് പറയുന്നത്. ആ രണ്ട് കൂട്ടരും നരകത്തിലാണ്, ഒരു കൂട്ടരെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന്, അങ്ങനെയുള്ള അക്രമികളായ ആളുകളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ആ വിധത്തിലുള്ള അധികാരി വർഗം.
രണ്ടാമത്തതോ, അതാണ് അടുത്ത വിഷയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞു എന്ത്? അവിടെ വനിസാഉൻ. ഇനി രണ്ടാമത്തെ ഈ ഭാഗത്തെ പറയണേ, ചില സ്ത്രീകൾ, അവരും നരകക്കാരാണ്, അവരും അഹ്ലുന്നാറാണ്. അവരെങ്ങനെയാണ്? കാസിയാത്തുൻ. കാസിയാത്തുൻ, കെസ എന്ന് പറഞ്ഞ വസ്ത്രം ധരിച്ചു എന്നാണ്. ഉടുത്തു എന്നാണ് കെസ എന്ന് പറഞ്ഞത്. കെസ യക്കുസു ഉണ്ടാണ്. വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ അല്ലദീ കസാനി ഹാദ സൗബ, അല്ലേ? അല്ലദീ കസാനി ഹാദ സൗബ, ഈ വസ്ത്രം എന്നെ ഉടുപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ കെസ, അപ്പം കാസിയാത്തുൻ, വസ്ത്രം ധരിച്ച സ്ത്രീകൾ, വസ്ത്രം ധരിച്ചവരാണ് ആ സ്ത്രീകൾ. എന്നാൽ ആരിയാത്തുൻ, അവർ നഗ്നകളുമാണ്. ആരിയത്ത് എന്ന് പറഞ്ഞാൽ നഗ്ന. ഉരിയാൻ എന്ന് പറയും. ആരിൻ പുരുഷൻ, നഗ്നനായ പുരുഷൻ. ഉരിയാൻ എന്ന് പറഞ്ഞാൽ നഗ്നനായ ആള്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ആരിയാത്ത്, നഗ്നകളാണ് ആ സ്ത്രീകൾ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, അതേ അവസരത്തിൽ ധരിച്ചിട്ടില്ല. അതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിടത്ത് അതിൻ്റെ പല വിശദീകരണങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഒന്നെന്താണ്? കാസിയാത്തുൻ ഐ മിൻ നിഅമത്തില്ലാ. അതിൻ്റെ ഫുട് നോട്ട് നോക്കുക നമ്മൾ, അടിക്കുറിപ്പായിട്ട് അടിയിലായിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ ശേഷം റിയാദുസ് സാലിഹീനിൽ അതിൻ്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. കാസിയാത്തുൻ ഐ മിൻ നിഅമത്തില്ലാ, അള്ളാഹിൻ്റെ നിഅമത്തുകളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടോ ആരിയാത്തുൻ മിൻ ശുക്രിഹ, ആ നിഅമത്തുകൾക്ക് അവർ ശുക്ർ ചെയ്യുന്ന വിഷയത്തിൽ നഗ്നരാണ് എന്നൊരു വ്യാഖ്യാനം. പക്ഷെ ആ വ്യാഖ്യാനത്തെയല്ല ഭൂരിപക്ഷം പണ്ഡിതന്മാരും പിന്താങ്ങുന്നത്. ഇവിടെ ഉദ്ദേശം എന്താണ്? അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ശേഷം കൊണ്ടോ വക്കീല ആ അഭിപ്രായങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ആദ്യം പറഞ്ഞ അഭിപ്രായത്തോട് സന്ദർഭം അത്ര യോജിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്താണ് പറഞ്ഞത്? അള്ളാഹിൻ്റെ നിഅമത്തുകൾ അവർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അതേ അവസരത്തിൽ അതിന് ശുക്ർ അവർ ചെയ്യാൻ തയ്യാറല്ല. അങ്ങനത്തെ സ്ത്രീകൾ, അതാണ് ഉദ്ദേശിച്ചത്. അതേ അവസരത്തിൽ ഇവിടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ശേഷം ഇമാം നവവി കൊടുത്ത നോട്ട് നോക്കൂ. വഖീല മഅനാഹു, അതിൻ്റെ അർത്ഥം തസ്തുറു ബഅള ബദനിഹ, അവൾ അവളുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? മറക്കുന്നു. ചില ഭാഗങ്ങൾ മറയ്ക്കുന്നു. വതക്ശിഫു ബഅളഹു, ചില ഭാഗങ്ങൾ അവർ മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നു. എന്തിന്? ഇൽഹാറൻ ലി ജമാലിഹ വനഹവിഹി, അവളുടെ ശരീര സൗന്ദര്യം പുറത്തേക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടി. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ. വഖീല, ഇനി മറ്റൊരു വ്യാഖ്യാനം നോക്കൂ, അതും ഇതിൽ വരുന്നുണ്ട്. മഅനാഹു, അതിൻ്റെ അർത്ഥം തൽബസു, ആ പെണ്ണുങ്ങൾ ധരിക്കുന്നു. സൗബൻ, വസ്ത്രം. എങ്ങനത്തെ വസ്ത്രം? റഖീഖൻ, നേരിയ വസ്ത്രം. അവർ നേരിയ വസ്ത്രം ധരിക്കുന്നു. എങ്ങനെയുള്ള വസ്ത്രം? യസിഫു ലൗന ബദനിഹ, അവരുടെ ശരീരത്തിൻ്റെ കളർ പോലും വ്യക്തമാകും. അല്ലെങ്കിൽ അവൾ ഉള്ളിലിട്ടിട്ടുള്ള അടിവസ്ത്രങ്ങളെ, ഇന്നർ വസ്ത്രങ്ങളെ അത് വെളിപ്പെടുത്തി കാണിക്കും. ആ വിധത്തിൽ വസ്ത്രം ധരിക്കും. അതാണ് കാസിയാത്തുൻ ആരിയാത്തുൻ. പേരിന് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. മുഴുവൻ നഗ്നയാകുന്നതിനേക്കാൾ മനുഷ്യന് ഫിത്നയാകുന്നതാണ് പേരിന് ഡ്രസ്സ് ധരിക്കൽ. അതാണ് മനുഷ്യനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ പേരിൻ്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറേ ധരിച്ചിട്ടുണ്ട്. കാല് വെളിവാകുന്നുണ്ട്, അല്ലെങ്കിൽ കാൽ തുട വെളിവാക്കുന്നുണ്ട്, വയർ വെളിപ്പെടുത്തുന്നുണ്ട്, മുതുക് വെളിപ്പെടുത്തുന്നുണ്ട്, മാറ് വെളിപ്പെടുത്തുന്നുണ്ട്, തലമുടി വെളിപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി അതല്ല, ഒരുപാട് ചുറ്റി പൊതിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും സൗന്ദര്യം പുറമേക്ക് കൃത്യമായി പോസ്റ്റ് ചെയ്ത് കാണിക്കുന്ന നിലക്കാണ് എങ്കിൽ അതും നിഷിദ്ധമാണ്. അതൊക്കെ ഇതിൽപ്പെടും. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ധരിക്കാത്തതിന് തുല്യമാണ് അവളുടേതായ വേഷവിധാനം. ഇസ്ലാം ഒരിക്കലും റാപ്പ് ചെയ്യാനല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും പെണ്ണിനോട് വസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടി റാപ്പ് ചെയ്യുമ്പോൾ മുഴുവൻ മൂടിയിട്ടുണ്ടാവും, പക്ഷെ ടൈറ്റ് ഫിറ്റിലാണ് നമ്മൾ റാപ്പ് ചെയ്യുക. അതേ അവസരത്തിൽ കവർ ചെയ്യാനാണ് പറഞ്ഞത്. നിൻ്റെ ബോഡി കവർ ചെയ്യണം എന്നാണ് പറഞ്ഞത്.
ഒരു സ്ത്രീയോട് അവളുടെ ബോഡി കവർ ചെയ്യാനാണ് പറഞ്ഞത്, റാപ്പ് ചെയ്യാനല്ല. റാപ്പ് ചെയ്യുമ്പോൾ എന്താണ്, റാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ നല്ല ടൈറ്റിൽ ഇറുകിയ വസ്ത്രമായിരിക്കും. അപ്പം പിന്നെ ധരിക്കാത്തതിനൊക്കുമോ ധരിക്കലും എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം അതുകൊണ്ടാണ് കാസിയാത്തുൻ ധരിച്ചിട്ടുണ്ട് പേരിന്, എന്നാൽ ആരിയാത്തുൻ ധരിച്ചിട്ടില്ല. ഒക്കെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന, എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന വിധത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ആ പ്രദർശനമൊക്കെ എക്സിബിഷനാലിറ്റിയാണ്, എല്ലാം പ്രദർശിപ്പിക്കുന്ന ആ ഒരു പതിവാണ്. അത്തരത്തിലുള്ള ആളുകൾ കണ്ടോ, അതാണ് ഒന്ന് നിസാവുൻ കാസിയാത്തുൻ ആരിയാത്തുൻ. തൊട്ട് തന്നെ പറഞ്ഞു എന്ത്, മുമീലാത്തുൻ മായിലാത്തുൻ. മായിലാത്തുൻ മായിലാത്തുൻ അവിടെയുണ്ട് പല വ്യാഖ്യാനങ്ങൾ. മായിലാത്തുൻ അരി സിറാത്തിൽ മുസ്തഖീം, നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയ പെണ്ണുങ്ങൾ എന്ന്, നേർമാർഗത്തിൽ നിന്ന് അവർ പഴച്ചു പോയിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം പഴച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവർ എന്ന വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട്. അവരെ നടത്തം തന്നെ അപ്രകാരമായിരിക്കും. അവർ പുരുഷന്മാരെ വശീകരിക്കുവാൻ വേണ്ടി അവർ കൊഞ്ചിക്കുഴഞ്ഞ് ആ വിധത്തിൽ അവൾ ശരീരത്തെ പ്രകടമായി പ്രത്യേകമായ നിലക്ക് അതിൻ്റെ അലങ്കാരങ്ങൾ വെളിവാക്കുന്ന നിലക്ക് കണ്ടോ, മുമീലാത്തുൻ ഖുലൂബർ റിജാലി ഇലൈഹിന്ന, പുരുഷന്മാരുടെ ശ്രദ്ധ അവളിലേക്ക് ആകർഷിപ്പിക്കുന്ന വിധത്തിൽ അവൾ കൊഞ്ചി ഉള്ള കുണുങ്ങിയുള്ള നടത്തം നടക്കും. അതാണ് മായിലാത്തുൻ. മുമീലാത്തുൻ എന്ന് പറഞ്ഞാൽ വശീകരിക്കുന്നവൾമാർ ആണ് മുമീലാത്ത്. പുരുഷന്മാരുടെ ഹൃദയങ്ങളെ അവളിലേക്ക് അവൾ വശീകരിക്കുകയാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്യണം, അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവൾ പുറമേക്ക് കാണിച്ചുകൊണ്ട് ആ വിധത്തിൽ അവൾ അവരുടെ ശരീരം കുലുക്കിയുള്ള ഒരു നടത്തം അവിടെയാണ്. കണ്ടോ, മുമീലാത്തുൻ ബി അക്താഫിഹിന്ന. അക്താഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ചുമലുകളാണ്, ഷോൾഡറുകൾ ചലിപ്പിച്ചുകൊണ്ട്. ഫയംഷീന മുതബഖ്തിറാത്തിൻ മുമീലാത്തിൻ ലി അക്താഫിഹിന്ന. കണ്ടോ, യുമിൽന ഗൈറഹുന്ന ഇലാ ഫിഅലിഹിന്നൽ മദ്മൂം. ഇതൊക്കെ ഈ ആശയമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ മോശപ്പെട്ട വിധത്തിൽ അവരുടെ നടത്തത്തിൽ പോലും അവരൊരു പ്രത്യേകമായ രീതി സ്വീകരിക്കും. അത്തരത്തിൽ അവർക്കുദ്ദേശം ഇങ്ങനെ മോശപ്പെട്ട സ്വഭാവങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അതവരുടെ വേഷവിധാനത്തിൻ്റെ രീതി അങ്ങനെയാണെങ്കിൽ. ഇനി തുടർന്നുകൊണ്ട് പറയണത് റുഊസുഹുന്ന, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. റുഊസുഹുന്ന അവരുടെ തലകൾ, റുഊസുഹുന്ന അവരുടെ തലകൾ. റഅസിൻ്റെ ബഹുവചനാണ് റുഊസ്. ഏതുപോലെയുണ്ടാകും, കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് അന്നിതില്ല, ഇപ്പം പിൽക്കാലത്താണ് വന്നത്. ഞാൻ അത് കണ്ടിട്ടില്ല എന്ന് അള്ളാൻ്റെ റസൂൽ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പിൽക്കാലത്ത് വന്നു കഴിഞ്ഞു. അവരുടെ തല മുടി എങ്ങനെയായിരിക്കും, കഅസ്നിമത്തിൽ, തലകൾ കഅസ്നിമത്ത്. അസ്നിമത്ത് എന്ന് പറഞ്ഞാൽ സിനാമിൻ്റെ ബഹുവചനമാണ്. സിനാം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂഞ്ഞ, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ, ഒട്ടകത്തിൻ്റെ മുതുകിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന, ഇങ്ങനെ തള്ളി നിൽക്കുന്ന, അതാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒട്ടകത്തെ കണ്ടവരാണ്. ആ അസ്നിമത്തിൽ ബുഖ്തിൽ മായില. അൽ ബുഖ്ത് അതാണ് ഒട്ടകം. ഒട്ടകത്തിൻ്റെ പൂഞ്ഞകൾ പോലെ അൽ മായില, അതിങ്ങനെ നല്ല വലിപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിയും കൊണ്ടിരിക്കും. നടക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഉയരത്തിൽ തോന്നും. അത് അവരുടെ തല അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ന് അത് എപ്രകാരമാണ് എന്നൊക്കെ ഇന്ന് ആളുകൾ അതിൻ്റെ രൂപമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാണുന്ന സ്ത്രീകൾ അവരവരുടെ തട്ടം ധരിക്കാത്ത സ്ത്രീകളെ സംബന്ധിച്ച് പറയും വേണ്ട, അവർ ഒരുപാട് ഇവിടെ കെട്ടിവെക്കും, മേലേക്കാക്കി കെട്ടിവെക്കും, ബാക്കിലാക്കി കെട്ടിവെക്കും, മുടികൾ ചേർത്ത് ഒരുപാട് കൃത്രിമ ഇമിറ്റേഷൻ മുടികൾ കൊണ്ട് അവർ അലങ്കരിക്കും, റിബണുകൾ കൊണ്ട്. അതേപോലെ തന്നെ പ്രത്യേക തരം ചില വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടും, തല വലുതാന്ന് തോന്നിപ്പിക്കുന്ന, ഒരുപാട് മുടിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒട്ടേറെ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ എന്ന പേരിൽ നിന്ന് ഫാൻസി ഷോപ്പുകളിലൊക്കെ ഇന്ന് സ്ത്രീകൾക്ക് ലഭ്യമാണ്. നമ്മൾ വിശദീകരിക്കേണ്ടതില്ല, അവർക്കിതൊക്കെ പറയുമ്പോൾ നല്ല മനസ്സിലാവുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്കാണ് പലപ്പോഴും മനസ്സിലാവാതിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ തല ഒരു രണ്ടരട്ടിന്ന് തോന്നിപ്പിക്കും. ഇനി തട്ടങ്ങോട്ടിട്ടാലോ, തട്ടിട്ട് കഴിഞ്ഞാലും അതിങ്ങോട്ട് തല ഇവിടെ നിന്നല്ല എത്ര ഉണ്ട് എന്നാണ് തോന്നിപ്പിക്കുന്ന നിലയ്ക്ക് ഇവിടേക്കാണ് കെട്ടി അതിന്മേലേക്കാണ് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ ആ നിലക്ക് ആക്കി തീർത്തിട്ടുണ്ടാകും തല. ഉള്ള തലമുടിയല്ല, അതിലപ്പുറം വേറെ എന്തൊക്കെയോ വെച്ച് കെട്ടിയിട്ട്. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവസാനം കൊടുത്ത ഫുട് നോട്ടിൽ നിങ്ങൾ നോക്കൂ, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തി എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയാണ്, അയ്യുകബ്ബിർനഹ, അവരാ തല അങ്ങനെ വലുതാക്കിയിട്ട് തോന്നിപ്പിക്കുന്നു. വയുഅല്ലിംനഹ ബിലഫി ഇമാമത്തിൻ,
ഏതെങ്കിലും തുണിക്കെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തലപ്പാവോ പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സോ ഒക്കെ അതിലേക്ക് ചുരുട്ടിക്കൂട്ടി വെച്ചിട്ട് തല ഒരുപാടുണ്ട് എന്ന് വലിയ തലയായിട്ട് അതൊരു അലങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് മറോട്ടുകൂടി ദുന്യാവിൽ കാണുന്നുണ്ടല്ലോ. അത് ഏതെല്ലാം മോഡലുണ്ട്. പർദ്ദ ധരിക്കുന്നവർക്ക് തന്നെയും അതുണ്ട്. അവരാ പ്രത്യേക മഫ്തനിട്ട് കഴിഞ്ഞാൽ തറങ്ങിട്ടുണ്ടാകും ബാക്കിൽക്ക് തലപടത്തറ എവിടെ അവസാനിച്ചിട്ടുണ്ടാകും, പക്ഷെ എത്രയും കൂടി പിന്നെ ഉണ്ടാകും. ഇത് ശാപഹേതുവായ നിലക്കുള്ള ഹെയർ സ്റ്റൈലാണ്. അത് സ്ത്രീകൾ, അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്, അവർക്ക് ആ നിലക്കുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വേഷത്തിലും അവരുടെ തലയുടെ ഹെയർ സ്റ്റൈലിൻ്റെ രീതിയിലും ഒക്കെ ഈ വിധത്തിലുള്ള പ്രവൃത്തികളുമായി നടക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകൾ ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുൽന, അവർ പ്രവേശിക്കുകയില്ല. അൽ ജന്ന, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല. വലാ യജിദിന റീഹഹ, അതിൻ്റെ പരിമളം പോലും അവർക്ക് ലഭ്യമാവുകയില്ല. വലാ യജിദിന, ആ സ്ത്രീകൾക്ക് അനുഭവിക്കാനാവില്ല. റീഹഹ, സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും, സ്വർഗീയ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? വ ഇന്ന റീഹഹ, സ്വർഗത്തിനെ നാലാലത്തേക്ക് അടുപ്പിക്കൂലാനാണ് പറയുന്നത്. വ ഇന്ന റീഹഹ, എന്തേ കാരണം? തീർച്ചയായും ആ സ്വർഗീയ സുഗന്ധം, സ്വർഗത്തിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് ലയൂജദു, അത് അനുഭവപ്പെടുക തന്നെ ചെയ്യുന്ന സുഗന്ധമാണ്. എവിടുന്ന്? അതിൻ്റെ ഉള്ളിൽ കയറൊന്നും വേണ്ട, അതിൻ്റെ അടുത്തേക്കും പോകണ്ട. മിൻ മസീറത്തി കദാ വ കദാ, ഇത്രയും ദൂരത്തേക്ക്, എത്രയോ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ എണ്ണമറ്റ കിലോമീറ്ററാണ് പറഞ്ഞിട്ടുണ്ടാവുക. അത്രയും ദൂരെയാണ് സ്വർഗത്തിൻ്റെ എന്തടിച്ചു വീശുക? സുഗന്ധം അടിച്ചു വീശുക. ആ സുഗന്ധം അടിച്ചു വീശുന്ന ഒരു ദൂരത്തേക്ക് പോലും, ഒരു സമീപത്തേക്ക് പോലും അത്തരം പെണ്ണുങ്ങൾ സ്വർഗത്ത് കിടക്കൂലാന്ന് മാത്രമല്ല, സ്വർഗീയ സുഗന്ധം എത്തുന്ന ദൂരത്തേക്ക് പോലും അവരെ അടുപ്പിക്കൂല എന്ന് പറയുമ്പോൾ വിഷയം എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് സമൂഹത്തിലുണ്ടാകുന്ന ഫിത്നകൾ ചില്ലറയല്ല. സ്ത്രീ വേഷം മുഖേനയാണ് സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമെന്ന് മതത്തെ പരിഹസിക്കുന്ന ആളുകൾക്ക് പോലും ബോധ്യപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വേഗം പറയുന്നത് ആ വേഷമാണ് എനിക്കിഷ്ടം, ഇതിട്ടിട്ട് എവിടെ എപ്പോഴും പോകാമെന്ന്. അവരെന്നെ സമ്മതിക്കുകയാണ്. ആരായി പറയണത്? സിനിമാ സ്റ്റാറുകൾ പോലും അവർ പ്രതിഷേധത്തിന് പോലും പർദ്ദട്ട് വന്നവരുണ്ട്. അവരുടെ ഫിലിം സ്റ്റാറുകളുടെ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അടുത്ത കാലത്ത് ഒരു പെണ്ണ് പർദ്ദ ധരിച്ചു വന്നു. അവൾ പർദ്ദനം ധരിക്കണ പെണ്ണല്ല, പക്ഷെ അവൾ പർദ്ദ ധരിച്ചു വന്നു. എന്തിന്? തൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നവന്മാരുടെ ആ ആർത്തിയുള്ള നോട്ടത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടാൻ എനിക്ക് ഈ ഡ്രസ്സാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. അവരോടുള്ള പ്രതിഷേധമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. കാമാർത്ഥമായ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള പാരതന്ത്ര്യമല്ല, അത് സ്വാതന്ത്ര്യമാണത്. അവളെ അടച്ചുപൂട്ടല്ല. ഏറ്റവും വിലയുള്ളത് നല്ലോണം പൊതിഞ്ഞു കൊണ്ട് കിടക്കും. വാല്യൂ ഉണ്ടല്ലോ. ഏത് കടയിലും പോയി നോക്കൂ, അമ്മിക്കുട്ടി, അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള പല ഉപകരണങ്ങളും ഉണ്ടാവും. ഷട്ടർ താത്തിയിട്ട് പുറത്ത് കിടക്കുന്നുണ്ടാവും. കടൻ്റെ മുമ്പിൽ വിലയില്ലാത്ത വസ്തുക്കളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. സ്വർണ്ണക്കടിയിൽ ഈ സാധനം ഇരിക്കണം. എങ്ങനെ പൊന്നെങ്ങനെ വെക്കുന്നത്? അതിനൊരു പെട്ടി, അതിനൊരു കവറ്, അതിൻ്റെ ഉള്ളിലൊരു കവറ്. എത്ര ഭദ്രമാക്കിയിട്ടാണ്! വാല്യൂ ഉള്ള സാധനമായതുകൊണ്ടാണ് അതിന് കൃത്യമായിട്ടൊരു സുരക്ഷയാണത്, അല്ലാതെ അതിനെ അവഹേളിക്കാനല്ല. അതൊക്കെ ഒന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വെറുതെ ഇസ്ലാമിനെ 4 മേക്കിട്ട് കയറിയാലല്ലാതെ ഉറക്കം വരൂല എന്നുള്ള ആളുകൾക്ക് ഇതിനെയൊക്കെ തെറി പറഞ്ഞേ പറ്റൂ. നിങ്ങളെ എന്ത് പർദ്ദ? പിന്നെ പർദ്ദ ഇട്ടിട്ട് പലയിടത്തും കൊള്ള നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യുന്നത്? അത് സൗകര്യമുള്ള ആൾക്കാർ അത് കണ്ടുപിടിച്ചോട്ടെ, അവർ ശിക്ഷ കൊടുത്തോട്ടെ എന്നുള്ളതല്ലാതെ ആ വേഷത്തെ അപഹസിക്കാൻ പാടുണ്ടോ? ഇസ്ലാമികമായി ഒരിക്കലും ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വിരുദ്ധമല്ലാതെ അവളെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. അവൾ മാന്യയാണ്, കുലീനയാണ് എന്നറിയപ്പെടാൻ, അതേപോലെ തന്നെ വലാ യുദൈന, അവൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് രണ്ടും ഇന്ന് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളിതിലൊക്കെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അപ്പം ഞാൻ എൻ്റെ കുടുംബം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ, ഭാര്യമാർ, അവരൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, അത് ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഇസ്ലാമികമായിട്ട് ഒരു സ്ത്രീയുടെ വേഷവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവൾ ധരിക്കുന്ന വസ്ത്രത്തെ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അതിന് 4-5 ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റാപ്പ് ചെയ്യലല്ല, ശരീരം റാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഫുള്ള് മറച്ചിക്കണല്ലോ, ഒരു തലനാരി കാണുന്നില്ല, എൻ്റെ ബോഡിയിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് റാപ്പ് ചെയ്യലല്ലല്ലോ. പണ്ഡിതന്മാരതിന് ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞാൽ എന്താണ്? 1 മുഴുവൻ മറക്കണം, 2 അത് പുരുഷ വേഷത്തോട്, ഇപ്പം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, പുരുഷന്മാരുടെ വേഷത്തോട്, അതേപോലെ തന്നെ ഇസ്ലാം വിരുദ്ധ ശക്തികളായ ആളുകൾ അവരുടെ ഒരു ഷിആറായി, ഒരു ചിഹ്നമായി, അവരുടെ ഒരു ആചാരമായി കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള വേഷമാവരുത്. അതേപോലെ തന്നെ അത് വാസി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വിശാലമാകണം, ഇടുങ്ങിയതാവരുത്. ലൂസുള്ള വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. അതേപോലെ തന്നെ അത് നേരിയതാവരുത്, ഉള്ളിലുള്ളതൊക്കെ പുറമേക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന വിധത്തിലാവരുത്. അതേപോലെ തന്നെ അത് തന്നെ ഒരു അലങ്കാരമാകരുത്. പർദ്ദട്ടു, ഞാൻ പർദ്ദടാൻ വേണ്ടി അപായട്ടിരിക്കുന്നു, നീ അപായ മറക്കാൻ വേറൊരു അപായ. അപായകരമായ അപായകൾ എന്ന് പലപ്പോഴും പറയും. അപായ നീന്തലെന്നാവുള്ളൂ എന്ന് പറയും. അങ്ങനെയുണ്ട് ചില അപായകരമായ അപായകൾ, അതും പറ്റൂല. അതേപോലെ തന്നെ അല്ലായക്കൂന ലിബാസ ശുഹ്റ, ഒരു നാട്ടിലൊക്കെ ഒരു നടപ്പുള്ള രീതിയിലാണ് അവൾ വസ്ത്രം ധരിക്കേണ്ടത്. എവിടെയില്ലാത്തൊരു സ്റ്റൈലിൽ അവൾ പുതിയൊരു മോഡലിലൊരു പർദ്ദയും കൊണ്ടാണ് ഇറങ്ങിയാണ്. എല്ലാവരും തന്നെ നോക്കുക. അപ്പോൾ എല്ലാവരും നോക്കും, അതൊരു ശുഹ്റത്തിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ പെണ്ണുങ്ങളെ ഇടുന്നില്ല, ഇവിടെ ഇടുന്നോ ഇറക്കുമതി ഇതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം. ആ നിലക്കുള്ള ശുഹ്റത്തിൻ്റെ ലിബാസും പറ്റൂല. ഇതൊക്കെ അതിൻ്റെ നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി, നിങ്ങളൊക്കെയും ഓരോരുത്തരും, ഞാനും നിങ്ങളും അടങ്ങുന്നവരൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവൻ ആൻസർ പറയേണ്ടി വരും തൻ്റെ കീഴിലുള്ളവരെ സംബന്ധിച്ച്. എൻ്റെ ഭാര്യയ്ക്ക് ഞാനാണ് വസ്ത്രം കൊടുക്കുന്നത്, എൻ്റെ മകൾക്ക് വിവാഹം വരെ ഞാനാണ് വസ്ത്രം കൊടുക്കുന്നത്, എൻ്റെ പെങ്ങൾ അവൾ വിവാഹം ചെയ്യുന്നത് വരെ എൻ്റെ വീട്ടിൽ എൻ്റെ ബാപ്പയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാനാകുന്ന ആങ്ങളെയാണുള്ളതെങ്കിൽ ഞാനാണ് അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്. ഒരു ബാപ്പയാണ് മകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്. അവരത് തികച്ചും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈ ശാപത്തിന് ഹേതുവാകുന്ന കാര്യങ്ങൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് അവൻ വസ്ത്രം ധരിക്കാൻ വേണ്ടി വസ്ത്രം ഉടുത്തു കൊടുക്കുന്നതെങ്കിൽ ഈ ശാപത്തിന് അവരും ഹേതുവായി മാറും. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഒരിപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അങ്ങനെയുണ്ട് നിസ്സാരമായി കാണേണ്ടതല്ല. അത് കുറച്ച് സീരിയസ് ആണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്നല്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാത്തുകൊള്ളുവീൻ, വാഹിലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളുടെയും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കാത്തുകൊള്ളണേ, നാറാ, നരകത്തിയിൽ നിന്ന്, വഖൂദുഹ, അതിലുള്ള ഫ്യൂൽ എന്താണ്? അന്നാസു, മനുഷ്യരാണ്, വൽ ഹിജാറ, കല്ലുകളുമാണ്. നിയന്ത്രിക്കുന്നത് മുഴുവനും കഠിന ഹൃദയന്മാരായ മലക്കുകളുമാണ്. ഒരു നിലക്കും കാരുണ്യം അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്തട്ടഹസിച്ച് കരഞ്ഞാലും മനസ്സലിയാത്ത പ്രകൃതക്കാരെയാണ് അതിൻ്റെ പണി അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ അതിൻ്റെ ഗൗരവം കൂട്ടാനാണ് അള്ളാഹു തആല പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണ്ടേ, ഞാനൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് പൈസ കൊണ്ട് അയച്ചു കൊടുക്കുക, ഇഷ്ടം പോലെ ഒരു ഇപ്പം തുണിഷാപ്പ് പോയിട്ടാണ് എടുത്തോട്ടെ. പെരുന്നാൾ വരുമ്പോൾ ഇപ്പൊക്കെ എത്രയാ ഡ്രസ്സ് വാങ്ങുന്നത്. ഇന്നൊരു ഡ്രസ്സിട്ട കുട്ടി നാളെ അത് ഇടൂല. നമ്മളെന്താ മനസ്സിലാക്കുന്നത്? കാരണം എന്താ? പർദ്ദയല്ലല്ലോ ഡ്രസ്സ്, പർദ്ദയല്ല. പർദ്ദയാണെങ്കിൽ വേറിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പർദ്ദ ഇടുന്നവർക്ക് പോലും എന്നിട്ടത് നാളെ ഇടാൻ മടിയാണ്. അല്ലാത്തവരുടെ കാര്യം പറയും വേണ്ട. അപ്പം ഡ്രസ്സുകൾ ഇങ്ങനെ തരം നമ്മൾ പ്രവാസികളായ ആളുകൾ, ഇപ്പം ഇത് കേൾക്കുന്നവരും ഇനി കേൾക്കാൻ സാധ്യതയുള്ളവരോടും കൂടെ ഞാൻ പറയണത്, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ക്യാഷ് മാത്രം അയച്ചു കൊടുക്കുന്നു, നമ്മളൊരു ഫണ്ടിങ് ഏജൻറ്റുമാർ മാത്രമായി പ്രവർത്തിക്കുന്നു, ഒരു ATMൻ്റെ ഒരു പൈസ നൽകുന്ന ആൾ മാത്രമായിട്ട് നമ്മൾ രക്ഷിതാക്കൾ മാറാൻ പാടില്ല. ബന്ധപ്പെട്ട അവർ ഉടുക്കുന്ന വസ്ത്രം ഏതാണ്, അവർ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന വസ്ത്രം ഏതാണ്
ഇത് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നതാണോ, അതിന് വിരുദ്ധമാണോ എന്ന് ആലോചിക്കൽ ഒരു കുടുംബനാഥൻ്റെ, അതിനുവേണ്ടി ക്യാഷ് ചെലവഴിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ല, ഈ പരലോക കോടതിയിൽ അയാളും കുറ്റക്കാരനാകും, യാതൊരു സംശയവുമില്ലല്ലോ അതിൽ. തആവനു അലൽ ബിർരി വത്തഖ്വ, ആ ആയത്തൊക്കെ നമുക്കിതിലൊക്കെ ബാധകല്ലേ. നിങ്ങൾ പുണ്യത്തിൻ്റെയും തഖ്വയുടെയും കാര്യത്തിലേ എന്ത് ചെയ്യാവൂ, കോർപ്പറേറ്റ് ചെയ്യാവൂ. വലാ തആവനു, നിങ്ങൾ കോർപ്പറേഷൻ പാടില്ല, നിങ്ങൾ സഹകരിക്കരുത്. കുറ്റവും ശത്രുതയും വളർത്തുന്ന പാപകരമായ കാര്യത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അത് നമ്മളെ ബാധ്യതയല്ലേ. അതുകൊണ്ട് ഉമ്മാരും ഉപ്പാരും ഒക്കെ ശ്രദ്ധിക്കണം, പെൺകുട്ടികളെ ഏത് ഡ്രസ്സാണ് എടുക്കുന്നത്, ഏത് ഡ്രസ്സാണ് അവർ ഉടുത്തത്. അത് കാശ് ചെലവഴിക്കുന്നത് നമ്മളാണ്, നമ്മളെ പണം കൊണ്ടാണ് അവർ വാങ്ങിയത്. ഭർത്താവിൻ്റെ പണം കൊണ്ടാണ് ഭാര്യ വാങ്ങുന്നത്. നീ ഭാര്യയ്ക്ക് സ്വന്തം തന്നെ ജോലി ഉണ്ട് വിചാരിക്കുക, എന്നാ അള്ളാനെ ധിക്കരിച്ചുകൊണ്ട് ഞാനിത് വാങ്ങുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മുസ്ലിമീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങൾ നെഞ്ചോട് ചേർക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്ന, അത് മൊഴിയുന്ന, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാരോടാണ് ഈ പറയുന്നത്. അല്ലാത്തവർക്ക് എന്തു ആവാം, ഈ ലോകം അങ്ങനെയാണല്ലോ, നമുക്കതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുസ്ലിമീങ്ങളോടാണ് ഈ സംസാരിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് തെറ്റിപ്പോയാൽ കഠിനകഠോരമായ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരൊറ്റ പെൺകുട്ടികൾ പലപ്പോഴും ഇപ്പം പല വിധത്തിലുള്ള വേഷങ്ങളാണ്. പണ്ടൊക്കെ ആണുങ്ങൾ പാൻറ്റ് ധരിച്ചിരുന്നത് പിന്നെ ചൂടാക്കി കയറ്റണം എന്നാണ് പറയാം. PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറ്റും പോലെയാണ് പണ്ട് ആളുകൾ പാൻറ്റ് കയറ്റിയിരുന്നത്. അത്രക്ക് ഇവിടുന്നാണ് കയറൂല, എന്നിട്ട് വേറൊരുത്തനെ പിടിച്ച് പിന്നിന്ന് വലിച്ച് ചുമരുമ്പലേക്ക് ചാരിയിട്ടൊക്കെ ഇവൻ പാൻറ്റ് കയറ്റൽ, അത്ര ടൈറ്റായിരുന്നു. ഇപ്പോഴോ, ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയേക്കേ, ഇപ്പം നാട്ടിൽ പോയാൽ 10 ആളെ കൊല്ലും ഓൻ്റെ ഒരു പാൻറ്റിൻ്റെ ഒരു കാലിൽ, അങ്ങനത്തെ ലൂസാണ്. അതന്നെ ഇപ്പോൾ പെണ്ണുങ്ങൾ ഇടുന്നത്. ഇപ്പം ആണിനും പെണ്ണിനൊക്കെ ഒന്ന് തന്നെ. 2 ആളും കൂടി തുണിക്കടയിലേക്കാണ് പോവുക. ആങ്ങളെയും ആകും. ആങ്ങളെ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ്, പെങ്ങൾക്കുള്ള ഡ്രസ്സ് ആങ്ങളെ തീരുമാനിക്കുക, ആങ്ങളക്കുള്ള ഡ്രസ്സ് പെങ്ങൾ തീരുമാനിക്കുക. ഇവർ പരസ്പരം ഭയങ്കര ക്ലോസാണ്. പാപ്പയമ്മേന് കുറ്റം പറഞ്ഞാലോ തന്ത വൈബ്, തള്ള വൈബ്, ഇങ്ങനെ മാറിക്ക്. ഇത് ഞങ്ങളെ കാലമാണ്. ഇത്ര ശാപം പിടിച്ചൊരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. എന്നിട്ട് ആണും പെണ്ണും ഒരേ കോലത്തിലുള്ള ഈ രൂപത്തിലാണ് നടക്കുന്നത്. എന്നിട്ടോ ഒരു ടീഷർട്ട്, അത് അവളാൻ കുനിഞ്ഞ ബാക്കും കാണണം, ബൻ്റതും കാണണം, ഓൻ്റെ അണ്ടർവയറിൻ്റെ കമ്പനി വരെ കാണണം. പള്ളിയിൽ സുജൂദ് ചെയ്യുമ്പോൾ, റുക്കൂ ചെയ്യുമ്പോൾ ബാക്കിൽ നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അതൊരു സ്റ്റൈല്. കാരണം ഏറ്റവും വില കൂടിയ അണ്ടർവെയറാണ് അവൻ ഇട്ടത് എന്നുള്ളത് മാലോകരെ അറിയിക്കാനാ. അവന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിലെത്തുമ്പോൾ ഗേൾ ഫ്രണ്ട് ഇതൊന്നും ഇപ്പോൾ പറഞ്ഞുകൂടാക്ക കുറ്റ, ബെസ്റ്റി ഇതൊക്കെ അതാണ് നല്ല പേരായിട്ട് കൊടുക്കുന്നത്. ബെസ്റ്റി, അതിൻ്റെ ബെസ്റ്റിയാണ്. അപ്പം പിന്നെ ബെസ്റ്റിയാ, കുഴപ്പമില്ല പോയിക്കോ, മോള് പോയിക്കോ, ഞാൻ ബെസ്റ്റിയുടെ കൂടെ ഒന്ന് പോട്ടെ, ഞാൻ ബെസ്റ്റിയുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റി കുഴപ്പമില്ല, ബെസ്റ്റി എന്താ തന്തക്കും തിരിഞ്ഞിട്ടില്ല തള്ളക്കും തിരിഞ്ഞിട്ടില്ല, ഒരു വൈബ് തന്നെയാണ്. എന്നിട്ട് എല്ലാ രൂപത്തിലും പേരും ഇട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ ഇവർക്ക് വേണ്ടി മേക്കപ്പ് ഇടാത്തൊരൊറ്റ കുട്ടി പുറത്തിറങ്ങുന്നില്ല. നിങ്ങൾ നാട്ടിലുള്ള നമ്മുടെ അധ്യാപകരോട് ചോദിച്ചു നോക്ക്, ഇതെന്ന് തുടങ്ങിയത്, ഇതാരാ കൊടുത്തയക്കുന്നത്? നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളാണ്. ആരത് വാങ്ങിക്കൊടുത്ത്? ഡ്രസ്സ് മാത്രമല്ല, ഈ മേക്കപ്പ് സെറ്റ് ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളുടെ പുസ്തക സഞ്ചിയിൽ, അവരുടേതായ ഈ തോൾ സഞ്ചിയിൽ ഇതാരാ കൊടുത്തത്? എവിടുന്നാണ് അവർക്ക് പണം കിട്ടിയത്? ചില്ലറ പൈസക്ക് കിട്ടുമോ ഈ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ? എന്താ അതിൻ്റെ വില? ഒരു കോസ്മെറ്റിക് സാധനം, ഒരു സാധനത്തിന് എന്താ വില? എത്രയാണത് ഉപയോഗിക്കുന്നത്? എല്ലാവരുടെ കയ്യിലും ജോമെട്രി ബോക്സ് നമ്മൾ പണ്ട് കൊണ്ട് നടക്കുന്നത് പോലെ ഇന്ന് പുസ്തക സഞ്ചിയിൽ ഇതിൻ്റെ ഒരു പ്രത്യേക ബോക്സുമായിട്ടാണ് പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ പോകുന്നത്. ആ കുട്ടികളെ നിങ്ങൾ ഇപ്പം പിടിച്ചിട്ടില്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി അത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൊന്നുമില്ല. എത്ര ആളുകളാണെന്ന് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സുകൾ മനുഷ്യൻ്റെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, ലിവറിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മതപണ്ഡിതന്മാരുടെ വയലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെയുള്ള എത്ര ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കോസ്മെറ്റിക്സ് കാരണത്താൽ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ബാധിക്കുന്ന കേടുപാടുകൾ എത്ര ആൾ പറഞ്ഞിട്ടെന്താ എന്നാലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മളൊക്കെ വീടുകളിൽ നിന്ന് ഈ നിലക്കുള്ള ഭയങ്കരമായ നിലക്ക് ഈ മേക്കപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. മേക്കപ്പ് ചെയ്യാതെ ഒറ്റ കുട്ടി പുറത്തേക്ക് ഇറങ്ങൂല. മേക്കപ്പ് സാധനങ്ങൾ, അത് റൂഷ്, മസക്കാര, മറ്റത് മറിച്ചത്, പീലി ഇങ്ങനെ വിടർത്തുന്നത്, കാട് തൂക്കണത്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എല്ലാ തരികടി. പെണ്ണ് കാണാൻ വരുമ്പോൾ വരെ അതിട്ടിട്ടാവും കാണുക.
വേഗം തെറ്റിപ്പിരിയും ചെയ്യും. കാരണം എന്താ, ഞാൻ വന്നപ്പോൾ കണ്ട പെണ്ണല്ല എന്നാ പറയാം. കാരണം അവൾ ഇതൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴുകിയിട്ട് പിറ്റേന്ന് 2 ദിവസം പിന്നെ യഥാർത്ഥമായ മുഖമാണ് കണ്ടപ്പോൾ ഇതല്ലല്ലോ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മറ്റേ വിഷയമൊക്കെ വരിക, സാറാനെ കാണിച്ച് സൂറാനെ കെട്ടിച്ചെന്നാണ്. സംഗതി കണ്ടത് ആദ്യം സാർ തന്നെയാണ്, പക്ഷേ ഒരുപാടുണ്ടായിരുന്നു പുട്ടി അടിച്ചൊക്കെ വളരെ ഇതിലായിട്ട് വന്നിരുന്നത്. ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ഭാര്യയ്ക്ക് അണിഞ്ഞൊരുങ്ങാം, അവിടെ അണിഞ്ഞൊരുങ്ങാൻ പറ്റുള്ളൂ, അണിഞ്ഞൊരുങ്ങാൻ പറ്റുക അങ്ങനെയാണ്. ഇതൊക്കെ പാലിക്കാതെയാണെന്ന് സമൂഹം നടക്കുന്നത്. ഇതൊക്കെ പുറത്തുള്ള വീടുകളല്ല പറയുന്നത്, നമ്മളെ വീടുകളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെങ്കിലും ഈ വിഷയത്തിൽ ഇതിന് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന നിയമങ്ങൾ നമുക്ക് ബാധകമാണ് എന്നുള്ളവർ ചിന്തയോടുകൂടി പറയണം. എന്തേ കാരണം? നമ്മളതാപ്പെന്ന് കേട്ട് കഴിഞ്ഞത് സിൻഫാനി മിൻ അഹ്ലിന്നാർ എന്നവരെ പരിചയപ്പെടുത്തുന്നത് നരകാവകാശികളാണ്. സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട് അതിൻ്റെ 4 അയലത്തേക്ക് അതിനെ മണം കേൾക്കണ പരിസരത്തേക്ക് അടുപ്പിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു നമ്മൾ ജീവിക്കുന്നത്? കാലാകാലം നരകത്തിലാണോ? കാലാകാലം നരകത്തിലാവുന്നാണോ? തൗഹീദുള്ള ആളുകളാണെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ കാലഘട്ടം നരകത്തിൽ അവർ വസിക്കേണ്ടി വരും, പിന്നീട് ഒരു കാലത്ത് രക്ഷ ഉണ്ടാവും. തൗഹീദില്ലാത്തവരോ കാലാകാലം നരകത്തിലുമായിരിക്കും. അതേ അവസരത്തിൽ ഇത് തന്നെ ചെയ്തു ഒരാൾ, ഇതൊക്കെ അനുവദനീയാണ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ആ വർത്താനൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ അങ്ങ് 6-ാം നൂറ്റാണ്ടിൽ അന്ന് ആ കാലത്തുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി. ഇന്നത്തെ ന്യൂജനോട് നിങ്ങളെ ഈ ഹദീസൊന്നും പറയണ്ട എന്ന നിലപാട് കൊണ്ടാണ് ഒരാൾ അങ്ങനെ ചെയ്യുന്നതെങ്കിലോ അവളും കാലാകാലം നരകത്തിൽ തന്നെ ആയിരിക്കും. കാരണം അവൾ എന്ത് ചെയ്തു? ഇസ്ലാമിൻ്റെ ആ നിയമത്തെ എതിർത്ത് പരിഹസിച്ചതോടുകൂടി ഇസ്ലാം എന്നവൾ ഔട്ടായി. അപ്പോൾ കാഫറിൻ്റെ നിയമമായി. കാഫർ നരകത്തിൽ എങ്ങനെ? അവിശ്വാസി ധിക്കാരി എങ്ങനെയാണ് നരകത്തിൽ? അവൻ ഖാലിദാണ്, നിത്യവാസിയാണ്. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ നമ്മുടെ സമൂഹത്തെ കുടുംബത്തോട്, നമ്മളെ കുടുംബങ്ങളിൽ നമ്മളിത് പറയണം. അതിനൊക്കെ വിരുദ്ധമായിട്ട് കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഗൗരവം പറഞ്ഞു കൊടുക്കണം. ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് പറ്റൂല. നേരെ മറിച്ചല്ലേ എന്ന് കാണുന്നത്. ഭർത്താവിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ വീട്ടിൽ ആ പഴയ ഈങ്ങി മുഴിഞ്ഞ മാക്സിയും പിന്നെ കിച്ചണിലെ മണോ, കോണോയിലിൻ്റെ മണോ, മീനിൻ്റെ മണോ, ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം ഒരുങ്ങുക. അകത്ത് കയറാനല്ലേ ഇസ്ലാം ഒരുങ്ങാൻ പറയുന്നത്? ആരെങ്കിലും അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്നുണ്ടോ? ഒരുങ്ങുന്നതൊക്കെ പുറത്തേക്ക് ഇറങ്ങാനാണ്. വിരോധാഭാസങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെയൊക്കെ എത്രയെത്ര പ്രശ്നങ്ങൾ എത്ര കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഒരു നിയമമൊക്കെ ഫിത്തറത്താണ്. ഫിത്തറത്തിനെ ലംഘിച്ചാൽ മനുഷ്യർക്ക് കിട്ടേണ്ടുന്ന സ്വൈരമാണ് നഷ്ടപ്പെടുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശാപഹേതുവായ നരകം നമുക്ക് എന്നെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നരകക്കാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സ്വർഗത്തിൻ്റെ വാസന പോലും നമ്മുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഉമ്മാക്ക്, പെങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥക്ക് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഈ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെയൊക്കെ നമ്മൾ മാനിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി ജീവിക്കുവാനുള്ളൊരു തൗഫീഖ്, ഒരു സന്മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.